വരികളിലെ വസന്ത നിലാമുറ്റത്തേക്ക് AC-യുടെ എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യും. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി, പൂമുഖ കിളിവാതിൽ അടയ്ക്കുകയില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല. അടിമകൾ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ എഴുതി ദേവരാജൻ മാഷ് ഈണം ഇട്ട് AM രാജ പാടിയൊരു പാട്ടാണ്. സത്യനാണ് ഇത് അഭിനയിച്ച് പാടുന്നത്. സത്യൻ്റെ അയൽ വീട്ടിൽ ഷീല എന്ന കഥാപാത്രം താമസിക്കുന്നു. ഒരു തപസ്വിനിയുടെ വേഷമാണ്. അത് സന്യാസിനി, വെള്ള വസ്ത്രവും ഭസ്മമൊക്കെ തൊട്ട് ഒരു കുടുംബജീവിതം ഇല്ലാത്തവളെ പോലെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഈ കഥാപാത്രത്തിൻ്റെ പ്രായമെല്ലാം വെച്ചിട്ട് ഒരിക്കലും ഒരു സന്യാസി ജീവിതം നയിക്കാൻ സാധിക്കില്ലെന്ന് ഉറപ്പുള്ളൊരു കുസൃത് കാമുകനായ സത്യനാണ് അയൽവാസി. അപ്പോൾ അദ്ദേഹം പാടുന്ന പാട്ടാണ് താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രി. താഴമ്പൂ കൈതപ്പൂവാണ്. കൈതപ്പൂവിൻ്റെ മണം വളരെ വശീകരിക്കുന്ന ഗന്ധമാണ്. ഈ പാലപ്പൂ പോലെ തന്നെ നമ്മളെ ആകർഷിക്കും, വല്ലാണ്ട് മനസ്സിനെ തരളമാക്കും അല്ലെങ്കിൽ മൃദുലമാക്കും. പ്രത്യേകിച്ച് കാമവികാരങ്ങളൊക്കെ ഇളക്കി വിടുന്ന ഒരു മണമാണ് അതിനുള്ളത്. അപ്പം അങ്ങനെയുള്ള ആ മണമുള്ള തണുപ്പുള്ള രാത്രി, ഇത് രണ്ടുമുണ്ട്, തണുപ്പുമുണ്ട് താഴമ്പൂവിൻ്റെ മണമുണ്ട്. ആ സമയത്ത് തനിച്ചിരുന്നുറങ്ങുന്നു, കിടന്നുറങ്ങുകയല്ല, തനിച്ചിരുന്നുറങ്ങുകയാണ്. ഇരുന്നുറങ്ങാൻ എൻ്റെ ഒരു പ്രായമല്ലത്, കിടന്നുറങ്ങേണ്ട പ്രായമാണ്. അപ്പോൾ ഇരുന്നുറങ്ങാൻ എന്തെങ്കിലും കാരണം കാണും. അപ്പോൾ അങ്ങനെ ഒരു കാരണം ഉണ്ടോയെന്ന് അന്വേഷിക്കുകയാണ്. അങ്ങനെ തനിച്ചിരുന്നുറങ്ങണ്ട, പൂമുഖ കിളിവാതിൽ ഞാൻ അടയ്ക്കത്തില്ല, എൻ്റെ മുമ്പിലത്തെ മുറിയുടെ വീടിൻ്റെ വാതിൽ അടയ്ക്കില്ല, കാമിനി നിന്നെ ഞാൻ ഉറക്കുകയില്ല, നിന്നെ ഞാൻ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പല്ലവി കഴിയാണ്. അശോക പൂർണിമ പിടരും വാനം, അനുഭൂതികൾ തൻ രജനീയാമം, അലയുകയാണ് അനുരാഗകൽപ്പന, ആകാശത്താമര തേടി. മറുനാട്ടിലൊരു മലയാളി ഈ സിനിമയ്ക്ക് വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ചെയ്ത് ദാസേട്ടൻ പാടിയ പാട്ട്. ഒരു മറുനാട്ടിൽ താമസിക്കുന്ന മലയാളിയാണ് പ്രേംനസീർ എന്ന കഥാപാത്രം. അദ്ദേഹം ഒരു കെട്ടിടത്തിൻ്റെ ടെറസിലിരുന്നുകൊണ്ട് കൂട്ടുകാരോടൊപ്പം പാടുന്ന അശോക പൗർണിമ വിടരുന്നൊരു വാനമാണ്. എന്നുവെച്ചാൽ ഒരു ശോകവുമില്ല, സങ്കടമൊന്നുമില്ലാത്ത, അശോകമില്ലാത്ത പൗർണമി വെളുത്തവാണ്. അങ്ങനെ വിടരുന്നൊരു യാമം, വിടരും വാനം, അങ്ങനെ ശോകമില്ലാത്ത ചന്ദ്രൻ, വെളുത്തവാവ് ഉദിച്ചു നിൽക്കുന്ന വാനം, അനുഭൂതികൾ തൻ രജനീയാമം. അനുഭൂതികളാണ്, ധാരാളം അനുഭൂതികൾ ഉള്ളിലുണ്ടാകുന്നൊരു രാത്രി. അങ്ങനെ രാത്രിയത്തെ ഒരു യാമം. ആ സമയത്ത് ഈ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന ഈ സമയത്ത് ഈ അനുഭൂതികളുടെ ഉള്ള രജനിയുടെ ഈ ഒരു യാമത്തിൽ അലയുകയാണ് അനുരാഗ കൽപ്പന. എന്നിലെ അനുരാഗത്തിൻ്റെ ഭാവന ആകാശത്താമര തേടി അലയുകയാണ്. ആകാശത്താമര എന്ന് പറയുന്നത് ഒരു സങ്കല്പ പുഷ്പമാണ്. ആകാശത്താമരയൊന്നുമില്ല, പക്ഷെ താമരയ്ക്ക് ഒത്തിരി അനുരാഗമായിട്ടും ഒക്കെ ഒത്തിരി നമ്മുടെ ശരീരത്തിൽ തന്നെ 8 അല്ലെങ്കിൽ 7 ഇതുണ്ട്, 7 പടികളിൽ നിന്നും പാട്ടിൽ പറയും, അല്ലെങ്കിൽ 7 ബിന്ദുക്കൾ, അതെല്ലാം താമരകളാണ്. അതിൽ ഏറ്റവും ഉച്ചമുള്ളതാണ് സഹസ്രാര പത്മം, ഓരോ 7 ഉണ്ട്. അങ്ങനെ താമരയ്ക്ക് അതും എല്ലാം ശരീരമായിട്ടും ഒക്കെ ഒരു ബന്ധമുണ്ട്. പക്ഷെ ആകാശമായിട്ടൊരു ബന്ധം വെച്ചാൽ താമരയുടെ കാമുകൻ സൂര്യനാണെന്നുള്ളതേ ഉള്ളൂ, അല്ലാണ്ട് മറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഇല്ലാത്ത ഏതോ ഒരു നമുക്ക് കിട്ടാത്ത, ലഭിക്കാത്ത, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ആകാശ താമര തേടി എൻ്റെ അനുരാഗത്തിൻ്റെ ഭാവന ഈ സമയത്ത് പറക്കുകയാണ്. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം, ഗന്ധർവ ഗായകൻ്റെ മന്ത്രവീണ പോലെ. സല്ലാപം ഈ സിനിമയ്ക്ക് വേണ്ടി കൈതപ്രം ദാമോദരൻ നമ്പൂരി തിരുമേനി എഴുതി ജോൺസൺ മാഷ് ഈണയിട്ട് ദാസേട്ടനും ചിത്രചേച്ചിയും കൂടെ പാടിയൊരു പാട്ടാണ്. നായകനായ ദിലീപ്, നായികയായ മഞ്ജു വാര്യർ. പൊന്നിൽ കുളിച്ചു നിൽക്കുകയാണ് ചന്ദ്രികാ വസന്തം. ചന്ദ്രികയുടെ നിലാവിൻ്റെ ഒരു വസന്തമാണ് ആകാശത്ത്. അത് ഒരു പൊന്നിറവുണ്ട്. കാര്യം എന്തെല്ലാം പറഞ്ഞാലും നിലാവ് സൂര്യൻ്റെ പ്രകാശം ഏറ്റുവാങ്ങി പ്രതിഫലിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സൂര്യൻ്റെ വർണ്ണനിറം, സ്വർണ്ണനിറം എപ്പോഴും ചന്ദ്രനിലുണ്ടാവും. ആ നിലാവിലെ അംശമുണ്ട്. അവൻ സ്വയമല്ല പ്രകാശിക്കുന്നെങ്കിലും ആ സൂര്യൻ്റെ സ്വർണ്ണനിറം ഏറ്റിട്ടാണ് അവൻ പ്രതിഫലിപ്പിക്കുന്നത്. അങ്ങനെ പൊന്നിൽ കുളിച്ച് നിൽക്കുകയാണ് ചന്ദ്രിക, നിലാവിൻ്റെ വസന്തമാണ്. ഗന്ധർവ ഗായകൻ്റെ മന്ത്രവീണ പോലെ. ഗന്ധർവലോകത്തെ ഗായകൻ, കിന്നരന്മാരുടെ വീണകളെല്ലാം വളരെ വിശിഷ്ടമായ രത്നങ്ങളും ഒക്കെ കൊണ്ട് പൊതിഞ്ഞതാണ്. നവരത്നങ്ങൾ പതിഞ്ഞ വീണയുണ്ട്, സ്വർണം കൊണ്ടുണ്ടാക്കിയ വീണയുണ്ട്. അങ്ങനെ ഒരു സ്വർണ്ണ വീണ പോലെ നിൽക്കുകയാണ് ആകാശത്ത് നിലാവിൻ്റെ വസന്തം, ഒരു ഗന്ധർവ ഗായകൻ്റെ. ഇതിനകത്ത് ഈ നായകൻ ഒരു ഗായകൻ കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സങ്കല്പം വളരെ നന്നായിട്ട് ഇണങ്ങിച്ചേരുന്നുണ്ട്. അങ്ങനെയുള്ള ഈ രാത്രിയിൽ
ഗന്ധർവ ഗായകൻ്റെ മന്ത്രവീണ പോലെ നിലാവിൻ്റെ വസന്തം പൊന്നിൽ കുളിച്ച് നിൽക്കുമ്പോൾ ഒരു വാക്ക് ഞാൻ നിന്നോട് പറഞ്ഞു. അതിന് ശ്രുതിയായിട്ട് ചേർന്നത്, നിന്നെക്കുറിച്ച് ഞാൻ പാടിയ പാട്ടിൽ ശ്രുതി ആദ്യമായി ചേർന്നത് നിൻ്റെ മൗനമായിരുന്നു. നീയൊന്നും പറഞ്ഞില്ല. ഞാൻ നിന്നെക്കുറിച്ച് പാടിയ പാട്ടിൽ ആദ്യം നീ മൗനം പറഞ്ഞു, പക്ഷേ പിന്നീട് അതൊരു മന്ദഹാസമായി. ആ മൗനത്തിൻ്റെ പുറകെ ഒരു ചിരി വന്നു. അപ്പം തന്നെ ഞാൻ തൃപ്തനായി. പ്രിയതോഴി, നിൻ്റെ മൗനം മന്ദഹാസമായി വരിക എന്ന് പറഞ്ഞാൽ ആ മന്ദഹാസത്തിനകത്ത് ഒരു ചന്ദ്രികാ വസന്തം എനിക്ക് കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാനൊരു ഗന്ധർവ ഗായകനായി. എനിക്കൊരു സ്വർണ്ണ വീണയും കിട്ടി. അങ്ങനെ ഗന്ധർവ ഗായകനാകാൻ നിൻ്റെ ഒരു ചിരിയുടെ നിലാവിൻ്റെ ചിരിനിലാവിൻ്റെ മന്ദഹാസം എനിക്ക് കണ്ടാൽ എനിക്കും കിട്ടും. ഞാനൊരു ഗന്ധർവ ഗായകനാകും, എനിക്കും കിട്ടും സ്വർണ്ണ വീണ. പല്ലവി അവിടെ തീരുകയാണ്. ഇനി വരുന്നത് നിൻ്റെ മൊഴിയാണ്. നീ സംസാരിച്ചു തുടങ്ങി എന്നോട്. പവിഴം പൊഴിയും മൊഴിയിൽ നിൻ്റെ വാക്കുകൾ പവിഴം അത്ര എനിക്ക് എന്നെ സംബന്ധിച്ച് ഇനി അത്ര വിലയുള്ള പവിഴത്തെ പോലെ വിലയുള്ള നിൻ്റെ മൊഴിയിൽ ഞാൻ എന്നിലുള്ള ഒരു മത്സരമേറ്റ മോഹമാണ് ഞാൻ. നിൻ്റെ ശബ്ദവും നിൻ്റെ വാക്കുകളും കേട്ടപ്പോൾ കാമദേവൻ്റെ അമ്പേറ്റ ഒരു മോഹമായിട്ട് മാറിപ്പോയി. അത്രമാത്രം ഞാൻ പ്രണയത്തിൽ അല്ലെങ്കിൽ ഈ പ്രണയത്തിൻ്റെ വഴിയിൽ ഞാൻ തളർന്നുപോയി. അങ്ങനത്തെ ഒരു അമ്പേറ്റ മോഹമായി ഞാൻ. ഉടനെ ഇവള് പറയുന്നത്, ആദ്യം ഒന്ന് കാണാൻ നേരത്ത് ഞാൻ കൊതിപൂണ്ട് എപ്പോഴൊക്കെ വരുന്നുണ്ടോ അപ്പോഴെല്ലാം ഒരു മൃദുല വികാര ബിന്ദുവായി ഞാൻ. അത്രയേ ഉള്ളൂ. അന്ന് കാണാൻ തോന്നുമ്പോൾ കൊതിയോടെ ഓടി വരും. പക്ഷെ അവിടെ എത്തുമ്പോൾ ഞാനൊരു മൃദുല വികാരത്തിൻ്റെ ബിന്ദുവായി മാറി. അപ്പോൾ ഞാൻ വീണ്ടും നിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് വീണ്ടും ലോലയാകുകയാണ്, വിലോലയായി പോകുന്നു. അപ്പോൾ ഇപ്പം പറയുന്നു, ഏകാന്ത ജാലകം തുറക്കൂ, നിൽപ്പൂ ഞാൻ നിന്നെ തേടി ഈ നടയിൽ. നിൻ്റെ നടയിൽ ഞാൻ നിൽക്കുകയാണ് ഇപ്പോഴും. നീ ആ വാതിൽ തുറക്കാൻ വേണ്ടി അങ്ങനെ നീ തുറക്കൂ, ഞാൻ നിന്നെ തേടി ഈ നടയിൽ നിൽക്കുകയാണ്.